ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കുക. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യത്തിന് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 3 പച്ചമുളക്, തീരെ എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ ഒരു പച്ചമുളക് മതിയാവും. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്ത് പിച്ചെടുത്തതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ കറിയിൽ നിന്ന് നമുക്കൊരു 2-3 കഷ്ണം എടുത്ത് മാറ്റി വെച്ചാലും മതി. എന്നിട്ട് അതിലേക്ക് ഒരു ഉണക്കമുളകും ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ഒരു 4-5 കഷ്ണം ബ്രെഡിൻ്റെ പീസ് വേണം. ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ പീസിലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ ട്രിപ്പിന് ഇത് അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, കുറേ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് പീസ് ഒന്നും കൂടെ ഒന്ന് സെപ്പറേറ്റ് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിലേക്ക് ഓരോ ബോൾസ് ആക്കി വെക്കുക. എന്നിട്ട് ഓരോ ബോൾസും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു പരത്തി കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുത്താലും മതി. അതിന് ശേഷം ഇതിലേക്ക് ചീസ് ഗ്രേറ്റ് ഇതെടുത്തതാണ്. അതൊന്ന് ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് നമുക്കിതുപോലെ റോൾ ചെയ്തിട്ട് ഇത് ഷേപ്പാക്കി എടുക്കുക. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഉള്ളിൽ ചീസ് വെച്ചിട്ട് ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മൈദ നമ്മൾ വെറും പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ആക്കി വെക്കുക. എന്നിട്ട് ആ ഒരു മൈദയുടെ കൂട്ടിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളർ മാറി വന്നാൽ ഇതുപോലെ നമുക്ക് റോൾ ചെയ്തിട്ട് എല്ലാ ഭാഗവും ഇതേ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഉള്ളിലുള്ള ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്